ആരാണെന്നറിയില്ലോ. ആരാരുമില്ലാത്ത വഴിയോരത്ത് മരുഭൂമിയുടെ ഒരു ഭാഗത്തിരുന്ന് കരയുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ മഹാനായ സൗബാ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, ആരാ ഇവിടെ ഇരുന്ന് കരയുന്നതെന്താ? സൗബാന് തങ്ങളെ ചോദിക്കുമ്പോ ആയിഷ ബീവി പറയുന്നു, ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാ. പടച്ചവരെ, സഫ്വാൻ തങ്ങൾക്ക് ആ ശബ്ദം പരിചയമുണ്ടായിരുന്നു, ആയിഷയാണെന്ന് മനസ്സിലായി. അതാ മഹാനായ സൗബാ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുന്നു, ഇന്നാ ലില്ലാഹ് ഇന്നാ ലില്ലാഹ്. പടച്ചവരെ, ചാടിയിറങ്ങുകയാണ്. ഏ ഉമ്മാ കേറുമ്മ, ഈ കുതിരയുടെ മുകളിലേക്ക് കേറുമ്മ, ഈ സഫ്വാൻ നടക്കാമുമ്മ. ഈ വാഹനത്തിലേക്ക് കുറിച്ച് വ്യഭിചാര ആരോപണം തുടരുകയാണ്. കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടരുകയാണ്. കേട്ടവർ വിശ്വസിക്കുകയാണ്. കാരണം പറഞ്ഞത് മുശ്രിക്കീങ്ങളല്ല. പടച്ചവരെ, നബി തങ്ങളുടെ ഭാര്യയായ ആയിഷയെ കുറിച്ച് പറഞ്ഞത് നബി തങ്ങളുടെ കൂടെ പോയവരാണ്. കൂടെ പോയവര് പറഞ്ഞത് കാരണം അത് പലരും വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു നാട് മുഴുവനും ചർച്ചയായി. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായിടൂ. നബി തങ്ങൾ ആരോടും മിണ്ടുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയെ കുറിച്ച് പടച്ചവരെ എവിടെയും ചർച്ചയാണ്. അങ്ങനെ ചർച്ച ചെയ്യുന്നത് നബി തങ്ങൾ കേട്ടു നബി തങ്ങൾക്ക് സങ്കടമായി. തന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പടച്ചവനെ, അതാ പള്ളിയുടെ മിഹ്റാബിലേക്ക് കേറുകയാ. നബി തങ്ങൾ അതാ പള്ളിയുടെ മിഹ്റാബിലേക്ക് കേറിയിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ സ്വഹാബത്തേ, എന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. എന്റെ ആയിഷയെ കുറിച്ച് എല്ലാവരും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. എന്നാ ഭർത്താവായ എന്റെ മറുപടി എന്താണെന്ന് നിങ്ങൾക്കറിയടോ? എന്റെ ആയിഷയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ കയറി പ്രഖ്യാപിക്കുകയാ. നബി തങ്ങൾ